കെ.സി. വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി എം.കെ. രാഘവൻ എം.പി. കെ.സി. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്നും ചെയ്തവർക്ക് ആത്മസുഖം കിട്ടട്ടെ എന്നും എം.കെ. രാഘവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുത്തത് പാർട്ടിക്കുള്ളിൽ നിന്നാണോ എന്ന് പറയുന്നില്ലെന്നും വിഷയത്തിൽ പാർട്ടി പരിശോധന നടത്തുമെന്നും എം.കെ. രാഘവൻ പറഞ്ഞു. അല്ല, എല്ലാവരും ചെയ്തല്ലോ അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും, അതുണ്ടാവട്ടെ. അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാർട്ടി നടത്തുമല്ലോ, സ്വാഭാവികമല്ലേ, പാർട്ടി നടത്തുമല്ലോ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കെ.സി. വേണുഗോപാൽ നാലാഞ്ചിറയിലെ വീട്ടിൽ തുടരുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, എം.കെ. രാഘവൻ എം.പി, വർക്കല കഹാർ തുടങ്ങി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ കെ.സിയെ കാണാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ പ്രവേശനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുമായി കെ.സി. വേണുഗോപാൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ നിന്ന് ജിബിൻ ജെബി തത്സമയം ചേരുന്നു. ജിബിൻ, വിവരങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് കെ.സി. വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലുള്ള വീടാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, എം.പിമാർ തുടങ്ങിയവരൊക്കെ ഈ വീട്ടിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എത്തിയത് ചാണ്ടി ഉമ്മനാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ടി സിദ്ദിഖ്, പി.സി. വിശ്വനാഥ്, മാണി സി കാപ്പൻ, എം.കെ. രാഘവൻ അടക്കമുള്ള നേതാക്കളും ഈ വീട്ടിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രതികരണം നടത്തിയത് എം.കെ. രാഘവനാണ്. കാരണം കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. എന്നെ പിച്ചു ചീന്തി മതിയായില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. അക്കാര്യം ഇന്ന് എം.കെ. രാഘവനോട് ചോദിച്ചപ്പോൾ എന്താണ് ഇനി കെ.സി. വേണുഗോപാലിന് ചെയ്യാൻ ബാക്കിയുള്ളത്, അത് ചെയ്യുന്നവർ ആത്മസന്തോഷം അവർക്ക് ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്നാണോ ഇങ്ങനെ കെ.സി. വേണുഗോപാലിനെ വേട്ടയാടിയത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നാണോ എന്നുള്ളൊരു കാര്യത്തിൽ താനിപ്പോൾ മറുപടി പറയുന്നില്ല, എന്തായാലും അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നാണ് എം.കെ. രാഘവൻ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ അകത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എം.പിമാരും അതുപോലെ തന്നെ യു.ഡി.എഫിന്റെ ഘടകകക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ വീട്ടിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ടി സിദ്ദിഖ് എം.എൽ.എ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് അല്പസമയം മുമ്പ് പുറത്തേക്ക് പോയത്. ടി സിദ്ദിഖും പറഞ്ഞ കാര്യമുണ്ട്, പാർട്ടിക്കുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ വെച്ച് സൗമ്യമായി പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം പാർട്ടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് ടി സിദ്ദിഖും പറഞ്ഞത്. എന്നാലും ടി സിദ്ദിഖിന്റെ മന്ത്രി കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അതെന്ന് നടക്കുന്ന യോഗത്തിൽ പാർട്ടി തീരുമാനിക്കും, എല്ലാ കാര്യങ്ങളും പാർട്ടിയാണ് തീരുമാനിക്കുന്നതാണ് ടി സിദ്ദിഖും പറയുന്നത്. പക്ഷേ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാർക്കുള്ള വകുപ്പ് തീരുമാനിക്കുന്നതിലും കെ.സി. വേണുഗോപാലിന് നിർണായക സ്വാധീനമുണ്ടാകും. കാരണം അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. നിലവിലുള്ള എം.എൽ.എമാരിൽ കൂടുതൽ പേരുടെ ഏകദേശം 65% എം.എൽ.എമാരുടെ പിന്തുണയുള്ളതും കെ.സി. വേണുഗോപാലിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലും മന്ത്രിമാർക്ക് വകുപ്പ് നൽകുന്നതിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എം.എൽ.എമാരും തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ള എം.എൽ.എമാരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ എം.എൽ.എമാരും എം.പിമാരും ഒക്കെ അദ്ദേഹത്തോട് വന്ന് കാണുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ചെന്നിത്തലയെ കാണുന്നതിന് വേണ്ടി ചെന്നിത്തലയുടെ വസതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിനു മുൻപാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി കെ.സി. വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് നിർണായകം. കാരണം ഇന്ന് വൈകുന്നേരത്താണ് യു.ഡി.എഫിന്റെ നിർണായകമായ ഘടകകക്ഷി യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്നത് യു.ഡി.എഫിന്റെ പ്രാഥമിക യോഗം മാത്രമാണെന്ന് യു.ഡി.എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗം നിർണായകമാണ്. ഇന്ന് ചേരുന്ന യോഗത്തിലാണ് മന്ത്രിമാരെയും മന്ത്രിമാരുടെ വകുപ്പുകളും ഒക്കെ തീരുമാനിക്കുക. ഇന്ന് വൈകുന്നേരം തന്നെ അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം യു.ഡി.എഫ് കൺവീനർ പറഞ്ഞത്. അവിടെയാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രാധാന്യം ഇന്ന് എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കെ.സി. വേണുഗോപാലിന് നഷ്ടമായത്. ജനഹിതം എന്നുള്ള ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണത് വി.ഡി. സതീഷിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോലും AICCയുടെ കേരളത്തിന്റെ ചുമതല ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയതാണ് കെ.സി. വേണുഗോപാലിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരിൽ കൂടുതൽ പിന്തുണയുള്ളത്. ആ പിന്തുണ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാർക്ക് കെ.സി. വേണുഗോപാലിനുള്ള പിന്തുണ ഇന്ന് നടക്കുന്ന ആ യോഗത്തിലും ഉണ്ടാകും. കെ.സി. ആയിരിക്കും ഇന്ന് നടക്കുന്ന ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള കാര്യം വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളെല്ലാം ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലുള്ള വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇനി കാത്തിരിക്കുന്നത് അത് അനുനയ നീക്കവുമായി അദ്ദേഹം ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനം ഏത് വകുപ്പാണ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുക, അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ.സി. വേണുഗോപാലിന്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കും തീരുമാനിക്കുകയും ചെയ്യുക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.